AD 344 ജനിച്ച മരുഭൂമിയിലെ വിശുദ്ധ മറിയം 12 വയസ്സ് മുതൽ ഏകദേശം 17 വർഷക്കാലം സദാചാര വിരുദ്ധമായ ജീവിതം നയിച്ചു. അവൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് അലക്സാണ്ട്രിയയിലായിരുന്നു. ഒരിക്കൽ മറിയം തൻ്റെ 29ാമത്തെ വയസ്സിൽ ഒരു തുറമുഖത്ത് വെച്ച് കുറച്ച് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു. അവൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വിശുദ്ധ കുരിശിൻ്റെ മഹുദ്ധീകരണ തിരുനാളിൽ പങ്കെടുക്കാൻ അവർ ജെറുസലേമിലേക്ക് പോവുകയാണെന്ന്. മറിയവും അവരോടൊപ്പം ചേർന്ന് യാത്ര പുറപ്പെട്ടു. ആ കപ്പൽ യാത്രയിലും മറിയം നിരവധി പേരുമായി പാപം ചെയ്തു. ആ തീർത്ഥാടകരെ അവൾ പാപത്തിലേക്ക് വലിച്ചിഴച്ച് അശുദ്ധരാക്കി. അവൾ ജെറുസലേമിലെത്തി. മറിയവും തീർത്ഥാടകരോടൊപ്പം ജെറുസലേം ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു അജ്ഞാത ശക്തി അവളെ തടഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇക്കാലം അത്രയും പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചതിനാലാണ് തനിക്ക് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് എന്ന്. അവൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അവിടെ ദേവാലയ പ്രവേശ കവാടത്തിനരികിൽ പ്രതിഷ്ഠിച്ചിരുന്ന കന്യാമറിയത്തിന്റെ തിരുസ്വരൂപം കണ്ടു. അവൾ ഓടിച്ചെന്ന് ആ തിരുസ്വരൂപത്തെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു. ആ നിമിഷം അക്കാലം അത്രയും അവൾ പിന്നിട്ട പാപ വഴികൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവളുടെ ജീവിതമോർത്ത് അവൾ ലജ്ജിച്ചു. അവൾ പശ്ചാത്താപ വിവശയായി. ഇനി മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം അവൾ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൾക്ക് സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടു. അവൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് വിശുദ്ധ കുരിശിനെ ആരാധിച്ചു. പിന്നീട് അവൾ വീണ്ടും കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിനടുത്ത് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. അവിടെ അവൾക്ക് ഒരു അരുൾപ്പാട് ലഭിച്ചു. ജോർദാന്റെ മറുകരയിൽ പോയാൽ നിനക്ക് മനസമാധാനം ലഭിക്കും. മരുഭൂമിയിലെ മറിയം എന്ന് അറിയപ്പെടുന്ന ഈ മറിയം കുമ്പസാരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം ജോർദാന്റെ മറുകരയിലേക്ക് പോയി. അവിടെ മനുഷ്യരെയോ മൃഗങ്ങളെയോ കാണാതെ മറിയം 42 വർഷം ജീവിച്ചു. ഒരിക്കൽ പലസ്തീനായിലെ വിശുദ്ധ സോസിമൂസ് എന്ന സന്യാസി മരുഭൂമിയിലെ വിശുദ്ധ അന്തോനിസിനെ കാണാനുള്ള യാത്രയിൽ മരുഭൂമിയിലെ മറിയത്തെ കണ്ടുമുട്ടി. സോസിമൂസിനെ കണ്ടതും അവൾ ഓടി അകലാൻ പരിശ്രമിച്ചു. കാരണം അവൾ പ്രാകൃത രൂപത്തിലും നഗ്നയുമായിരുന്നു. സോസിമൂസ് അവളോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഉടനെ അവൾ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നഗ്നയായതിനാൽ അങ്ങയുടെ മേലങ്കി എനിക്ക് എറിഞ്ഞു തരിക. സോസിമൂസ് തന്റെ മേലങ്കി എറിഞ്ഞു കൊടുത്തു. തന്റെ ജീവിത കഥ മറിയം അയാളോട് പങ്കുവെച്ചു. അവളുടെ താമസ ജീവിതം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഈ മരുഭൂമി ജീവിതത്തിലെ അവളുടെ ഏറ്റവും വലിയ കുറവ് പരിശുദ്ധ കുർബാനയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആയതിനാൽ അവൾ ആ സന്യാസിയോട് ആവശ്യപ്പെട്ടു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് തരാൻ. അങ്ങനെ എല്ലാ വർഷവും പെസഹ കാലത്ത് ദിവ്യകാരുണ്യവുമായി സോസിമൂസ് വരികയും അവിടെയുള്ള വഞ്ചിയിൽ കയറി വിശുദ്ധ കുർബാന നൽകുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ കുർബാനയുമായി വന്നപ്പോൾ അവിടെ വള്ളം കണ്ടില്ല, അക്കരെ മറിയത്തിനെയും കാണാനില്ല. ഉടനെ സോസിമൂസ് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് കുർബാന അവൾക്ക് കൊടുക്കുകയും അവളെ കാണുകയും വേണം. ഉടനെ അവൾ മറുകരയിലെത്തി. വള്ളമില്ലാത്തതിനാൽ തനിക്ക് ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് തരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മറിയം ഉടനെ ആ വെള്ളത്തിൽ കുരിശ് വരച്ചു. ഉടനെ വരണ്ട നിലത്തുകൂടെ എന്ന വണ്ണം അവൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അടുത്ത പെസഹ വ്യാഴം ഏകദേശം തന്റെ ആശ്രമത്തിൽ നിന്ന് 20 ദിവസത്തെ യാത്രയുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ സോസിമൂസ് ജോർദാൻ നദി ഒഴിവാക്കി കരമാർഗം ആദ്യം അവളെ കണ്ടുമുട്ടിയ സ്ഥലത്തെത്തി. അവൾ മരിച്ചു കിടക്കുന്നു. അവളുടെ ശരീരത്തിന് കേടുപാടുകളില്ല. അവളുടെ ശിരസിനടുത്ത് എഴുതി വെച്ചിരുന്നു, കഴിഞ്ഞ വർഷം പരിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസം തന്നെ അവൾ മരണമടഞ്ഞുവെന്ന്. സോസിമൂസ് അവളെ സംസ്കരിക്കാൻ മാർഗം അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സിംഹം ഓടി വന്ന് ഒരു കുഴി മാന്തുകയും അവളെ സംസ്കരിക്കാൻ സോസിമൂസിനെ സഹായിക്കുകയും ചെയ്തു. ഒരു വലിയ മിസ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ കണ്ടുമുട്ടിയത്.